ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചിക്കൻ മുഗളായിയാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ചിക്കൻ 1/2 കിലോ എടുത്തേക്കണം കേട്ടോ. പിന്നെ സവാള 2 എണ്ണം, പിന്നെ ഇഞ്ചി കുറച്ച് 2 ടീസ്പൂൺ ചതച്ചത്, പിന്നെ അണ്ടിപ്പരിപ്പുണ്ട്, വെളുത്തുള്ളി, മുട്ട, പച്ചമുളക്, തക്കാളി, ഫ്രഷ് ക്രീം, വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതിടാം. എന്നിട്ട് വഴറ്റി ഒന്ന് വഴന്നതിന് ശേഷം മാത്രം ഇട്ടാം. എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ഇനി പറയില്ല കേട്ടോ, വെറുതെ പറഞ്ഞാട്ടോ, പറയും. പറഞ്ഞാലല്ലേ കിട്ടുള്ളൂ. പിന്നെ പച്ചമുളക് ചേർക്കുക. പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റുക. പിന്നെ ഇഞ്ചി, വേപ്പിലിടണില്ല കേട്ടോ. ഇഞ്ചിയും ചേർത്ത് വഴറ്റിയിട്ട് പിന്നെ സവാള ചേർക്കുക. സവാളയും ചേർത്ത് വഴറ്റി കുറച്ച് ഉപ്പിടാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അത് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ നാനോ പിന്നെ പൊറോട്ട അങ്ങനെ എന്ത് പത്തിരി ഒക്കെ ആയിട്ട് കഴിക്കാം. അതാണ് രസം. ചോറിന് പറ്റില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ഉള്ളതിന്. പിന്നെ ഉപ്പിട്ട് വഴറ്റിയിട്ട് ഇത് കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ എല്ലാവരും ഇങ്ങനെ വഴറ്റി ഉണ്ടാക്കുന്നതല്ലേന്ന്. നോക്ക്, അപ്പം അറിയാം, കുറച്ച് കഴിയുമ്പോൾ അറിയാം ഇത് വേറെ ലെവലിലേക്ക് പോകുന്നത്. നോക്കിട്ടാ. എന്നിട്ട് പിന്നെ തക്കാളി ഇട്ട് വഴറ്റുക. കറി മസാല ഒന്നും ഇപ്പം ചേർക്കണ്ട കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് കസ്തൂരി മേത്തില്ലേ, അതൊക്കെ ഉപയോഗിക്കാം. എനിക്കിഷ്ടമില്ലാത്തത് ഞാൻ ഉപയോഗിക്കാത്തത്. എനിക്കിഷ്ടമല്ലത്, അതിൻ്റെ മണം ഒരു ഇഷ്ടമല്ല. ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് അത് മിക്സിയിലിട്ടാണ്ട് അടിക്കണം കേട്ടോ. ചൂടാറിയതിന് ശേഷം തണുക്കാൻ വെച്ചിട്ട് വേണം കേട്ടോ. തണുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അടിക്കുക വഴന്നിട്ടേ. അപ്പോൾ ഇത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി ഇടാം കേട്ടോ. ഒരു 1.5 ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി ഇട്ട്, പിന്നെ 1 ടീസ്പൂണ് മുളകും പൊടി. ആകെ 1 ടീസ്പൂൺ തന്നെ ഇട്ടിട്ടുള്ളൂ. ഞാൻ 2 പ്രാവശ്യം ഇട്ടെന്നുള്ളൂ, കുറേശ്ശെ ഇട്ടായിരുന്നേ. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. ഇട്ട് വഴറ്റുക. ഇതിലേക്ക് ഗരം മസാല ഒന്നും ചേർക്കേണ്ട ഇപ്പം കേട്ടോ, അത് ഞാൻ പറയാം. എന്നിട്ട് ഇത് ചൂടാറാൻ വെക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാറാൻ വെച്ചിട്ട് ഒന്ന് വെള്ളം ചേർത്ത് നല്ല കുഴമ്പ് രൂപത്തിലാണ്ട് മിക്സിയിലിട്ടുണ്ട് അടിക്കുക. എന്നിട്ടത് മാറ്റിയേക്കാം. എന്നിട്ട് ചിക്കൻ എടുത്തിട്ട് കുക്കറിലെടുത്ത് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മഞ്ഞൾപ്പൊടി പറഞ്ഞിട്ടുണ്ടാവും. ഇനി അത് ചൂടാറാൻ വെക്കുക. ചൂടാറാൻ വെച്ചിട്ട് മിക്സിയിലിട്ട് അടിക്കുക ചൂടാറിയതിന് ശേഷം. എന്നിട്ട് അത് ഈ ഇറച്ചിക്കൂട്ടിലിട്ട് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എന്ത് ചെയ്യണം, വേവിക്കണം. അപ്പോൾ ബാക്കിയുള്ള മസാലകളും ഒക്കെ ചേർത്തിട്ട് വേണം കേട്ടോ. കുറച്ച് നേരം മൊബൈൽ ഇങ്ങനെ ഓണായിരുന്നു കണ്ടില്ല, അതാണ് കേട്ടോ. എന്നിട്ടത് വേവിക്കാൻ വെക്കാം. വേവട്ടെ, അടുപ്പത്തിരുന്ന് വേവണമെന്ന് വിചാരിച്ചാൽ മതി കുറച്ച് നേരം. അപ്പോൾ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. എന്നിട്ട് അത് കുക്കറിലിട്ട് ഒന്ന് വേവിക്കുക. നമുക്കൊരു ചിക്കൻ വേവണ സമയമൊക്കെ അറിയാമല്ലോ, ഭയങ്കരമായിട്ട് വെന്തൊന്നും ഉടഞ്ഞ് പോകരുതിട്ടാ. പിന്നെന്ത് ചെയ്യുക, പിന്നെ വെന്തതിന് ശേഷം അതിലേക്ക് ഫ്രഷ് ക്രീമും മുട്ടയും കൂടെ ഞാനൊരു അത്യാവശ്യം ഒരു കപ്പ്, ഒരു 1.5 കിലോത്തിനൊക്കെ 1 കപ്പ് മതിയാവും. അതിൽ താഴെയാണ് ഞാനിപ്പോൾ എടുത്തേക്കണം കേട്ടോ.
ഫ്രഷ് ക്രീം ഒരു മുട്ടയും ചേർത്ത് അടിച്ചത് വെക്കുക. പിന്നെ വെണ്ണയാണ് ചട്ടിയിൽ ഒഴിക്കേണ്ടത്. വെണ്ണയ്ക്ക് പകരം ഞാൻ നെയ്യ് ഒഴിച്ച് പശു നെയ്യ് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കറി മസാല ഇട്ട് പിന്നെ എന്തുട്ടാ ചേർത്ത് വേണമെങ്കിൽ അതിൽ കസ്തൂരി മേത്തി ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല. എന്നിട്ട് അത് മൂപ്പിച്ചിട്ട് ഈ ഇറച്ചിക്കൂട്ടിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ചൊന്ന് വറ്റിയിട്ട് ഇതിലേക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ അണ്ടിപ്പരിപ്പ് അരച്ചതും ചേർക്കുക. പിന്നെ ഫ്രഷ് ക്രീമും മുട്ടയും കൂടെ അടിച്ചതും ചേർത്ത് നന്നായിട്ട് കുഴമ്പ് രൂപത്തിലാക്കി അത് നമുക്ക് വിളമ്പി എല്ലാത്തിലും ഉപയോഗിക്കുക. എന്തിൽ പൊറോട്ട, ചപ്പാത്തി, പത്തിരി, നാൻ എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കുക. നമുക്കങ്ങനെ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.